ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായ ഒരു ടോപ്പിക്കാണ്. ആർക്കും ഈസിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്. ഈസി ആണെങ്കിലും ഇടയ്ക്കെങ്കിലും നമുക്ക് മാറിപ്പോവാറുണ്ട്. അപ്പം നമ്മുടെ ടോപ്പിക് മച്ച്, മെനി, മോർ. ഈ വേർഡ്സ് കേൾക്കാത്തവരായി ആരും തന്നെ കാണില്ല. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? വീഡിയോൻ്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ആൻസർ ചെയ്ത് നോക്കാം. മച്ച്, മെനി, മോർ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം മറ്റ് രണ്ട് വേർഡ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അൺകൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. ഇതിനോടൊപ്പം തന്നെ കൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ ആൻഡ് കൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, എണ്ണി നോക്കാനായിട്ട് സാധിക്കാത്ത വസ്തുക്കളെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. അതുപോലെ തന്നെ എണ്ണി നോക്കാൻ സാധിക്കുന്ന വസ്തുക്കളെ നമുക്ക് കൗണ്ടബിൾ നൗൺ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ പെൻ, പേപ്പർ, ഡ്രസ്, ബുക്സ്, ടേബിൾസ്, ട്രീസ്, ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള വസ്തുക്കളെ നമുക്ക് കൗണ്ടബിൾ എന്ന് പറയാം. എന്നാൽ ഷുഗർ, ടീ, സാൻഡ് ഇതുപോലുള്ള വസ്തുക്കൾ നമുക്ക് എണ്ണി നോക്കാനായിട്ട് സാധിക്കില്ല. എത്ര ഉണ്ടെന്ന് എക്സാക്ട്ലി എണ്ണി നോക്കാനായിട്ട് സാധിക്കില്ല. അത്തരം വസ്തുക്കളെ നമുക്ക് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. ഇനി മച്ച്, മെനി, മോർ. മച്ച്, മെനി. മച്ച്, മെനി എന്നീ വേർഡ്സ് ഒരു ലാർജ് എമൗണ്ട് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. മച്ച്, മെനി എന്നീ വേർഡ്സ് ഒരു ലാർജ് എമൗണ്ട് എന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. മച്ച് എന്ന വേർഡ് നമ്മൾ അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും മെനി എന്ന വേർഡ് നമ്മൾ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയുമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. മച്ച് എന്ന വേർഡ് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെയും മെനി എന്ന വേർഡ് കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾസ് പറയാം. അപ്പം ഈ പറഞ്ഞ കാര്യം കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. എനിക്ക് അധിക സമയമില്ല. എൻ്റെ കയ്യിൽ അധിക സമയമില്ല. അധിക സമയം അല്ലേ? ഇതാണ് നമ്മൾ എഴുതി നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കാം. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ഇവിടെ നോക്കിയേ, ടൈം എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ അധിക എമൗണ്ട് കാണിക്കാൻ വേണ്ടി, ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മച്ച് ആണ്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. മറ്റൊരു എക്സാമ്പിൾ, ആ ഗ്ലാസ്സിൽ അധികം വെള്ളമില്ല. ആ ഗ്ലാസ്സിൽ അധികം വെള്ളം ഇല്ല. There isn't, ഇല്ല എന്നല്ലേ? അപ്പോൾ isn't. Much water in the glass. ഗ്ലാസ്സിലായതുകൊണ്ട് in the glass. There isn't much water in the glass. ആ ഗ്ലാസ്സിൽ അധികം വെള്ളമില്ല. കണ്ടോ? അധികം, ഒരു ലാർജ് ക്വാണ്ടിറ്റി എന്ന് കാണിക്കാനാണ് ഇവിടെ നമ്മൾ മച്ച് എന്ന വേർഡ് യൂസ് ചെയ്തത്. അതിനോടൊപ്പം വന്ന നൗൺ അൺകൗണ്ടബിൾ ആണ്, വാട്ടർ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് മെനി പറയാം. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അധികം ഫുഡ് കഴിച്ചില്ല. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അധികം ഭക്ഷണം കഴിച്ചില്ല. എങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് ഈറ്റ്. കണ്ടോ? ഡിഡ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഞാൻ ഈറ്റ് എന്ന് എഴുതിയത്. മച്ച് ഫുഡ് ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല എന്നത് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഐ ഡിഡ്ന്റ് ഈറ്റ് മച്ച് ഫുഡ് ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. ഈ ഭക്ഷണത്തിന്റെ പേരുകളായിരുന്നെങ്കിൽ അവിടെ നമുക്ക് മച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മെനി ആണ്. ഐ ഡിഡ്ന്റ് ഈറ്റ് മച്ച് ഫുഡ് ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്.
ഇനി നോക്കിയേ, അവന് നിരവധി ഫ്രണ്ട്സ് ഉണ്ട്. അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എഴുതി നോക്കാം. ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ മച്ചല്ല യൂസ് ചെയ്തത്, മെനി ആണ്. ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. എന്തുകൊണ്ടാണ് മെനി വരുന്നത്? ഫ്രണ്ട്സ് എന്നത് കൗണ്ടബിൾ നൗൺ ആണ്. അതിനോടൊപ്പം നമുക്ക് മെനി എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. അവന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അടുത്ത സെന്റൻസ് നോക്കാം. അവൻ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവൻ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. He asked me many questions. മച്ചല്ല, many questions. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻസ് എന്നത് കൗണ്ടബിൾ നൗൺ അല്ലേ? അപ്പൊ അതിനോടൊപ്പം നമ്മൾ മച്ച് യൂസ് ചെയ്യില്ല, പകരം മെനി യൂസ് ചെയ്യുന്നു. He asked me many questions. നീ എത്ര ചോക്ലേറ്റ്സ് വാങ്ങി? നീ എത്ര ചോക്ലേറ്റ്സ് വാങ്ങി? ഹൗ മെനി. കണ്ടോ, ക്വാണ്ടിറ്റി കാണിക്കാൻ നമ്മൾ ചോക്ലേറ്റ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് ഹൗ മെനി ചോക്ലേറ്റ്സ് ഡിഡ് യു ബൈ. ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ചോക്ലേറ്റ്സ് ഡിഡ് യു ബൈ. എത്ര എണ്ണമാണ് നീ വാങ്ങിയത്? മച്ച് ആൻഡ് മെനിയുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെന്റൻസസ് പറയാം. ഐ ഹാവ് മച്ച് ഫ്രണ്ട്സ്. ഐ ഹാവ് മോർ ഫ്രണ്ട്സ്. ഏതാ ശരി? ഐ ഹാവ് മച്ച് ഫ്രണ്ട്സ് ആണോ? അല്ല, ഐ ഹാവ് മോർ ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ് എന്നത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് മോർ ഫ്രണ്ട്സ് എന്നാണ്. അതുപോലെ തന്നെ ഹൗ മച്ച് ആപ്പിൾസ് ആർ ദർ, ഹൗ മെനി ആപ്പിൾസ് ആർ ദർ. ഏതാ ശരി? ഹൗ മച്ച് ആപ്പിൾസ് എന്നാണോ ചോദിക്കുക? അല്ല, നമ്മൾ ചോദിക്കുന്നത് ഹൗ മെനി ആപ്പിൾസ് ആർ ദർ എന്നാണ്. എത്ര എണ്ണം അല്ലേ? ആപ്പിൾസ് കൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെനി എന്ന വേർഡാണ്, മച്ച് എന്ന വേർഡ് അല്ല. ഇപ്പോ മെനി, മച്ച് എന്നീ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മോർ നോക്കാം. മോർ എന്നത് ഒരു കമ്പാരിറ്റീവ് ഫോം ആണ്. ഗ്രേറ്റർ നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റർ എമൗണ്ട് കാണിക്കാനാണ് മോർ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. ഗ്രേറ്റർ നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റർ എമൗണ്ട്, ഇത് കാണിക്കാനാണ് മോർ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ 2 സെന്റൻസസ് പറയാം. ഐ need more juice. I need more juice. We need more chairs. We need more chairs. ആദ്യം ഞാൻ പറഞ്ഞു I need more juice. രണ്ടാമത്തെ സെന്റൻസ് we need more chairs എന്നാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആദ്യം പറഞ്ഞ സെന്റൻസിലെ ജ്യൂസ് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിലെ ചെയേഴ്സ് എന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. ഈ 2 വേർഡ്സിന്റെ മുൻപിൽ ഞാൻ മോർ എന്ന വേർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ വന്നല്ലേ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഗ്രേറ്റർ എമൗണ്ട് അല്ലെങ്കിൽ ഗ്രേറ്റർ ക്വാണ്ടിറ്റി കാണിക്കാൻ മോർ യൂസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം വരുന്ന നൗൺ കൗണ്ടബിൾ ആയാലും അൺകൗണ്ടബിൾ ആയാലും മോറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മോർ യൂസ് ചെയ്യുന്ന സമയത്ത് നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത 3 വേർഡ്സ് ആണ് മച്ച്, മെനി, മോർ. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. മച്ച്, മെനി എന്നീ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് എമൗണ്ട് എന്ന് കാണിക്കാനാണ്. മാത്രമല്ല മച്ച് നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും മെനി എന്ന വേർഡ് കൗണ്ടബിൾ നൗണിന്റെ കൂടെയുമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ മോർ എന്നത് ഇതിന്റെ ഒരു കമ്പാരിറ്റീവ് ഫോം ആണ്. ഗ്രേറ്റർ നമ്പർ അല്ലെങ്കിൽ ഗ്രേറ്റർ എമൗണ്ട് കാണിക്കാനാണ് മോർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ 3 വേർഡ്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം.
First question. I didn't get dash sleep at night. I didn't get dash sleep at night. Second question. There isn't dash sugar in my tea. There isn't dash sugar in my tea. We saw dash animals at the zoo. We saw dash animals at the zoo. He is dash intelligent than his cousin. He is dash intelligent than his cousin. Last question. Watch my channel for dash videos. Watch my channel for dash videos. അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം ആൻസർ ചെയ്യാട്ടോ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.